ഞാൻ ഇപ്പോഴും ഇവിടെ ഇരുന്നോണ്ട് പറയാണ് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയണം. ഇപ്പോഴും ഞാൻ പറയണേ, മൈക്ക് ഇട്ടിട്ട് ഞാൻ പറയണേ ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട്. എനിക്ക് നിനക്കറിയില്ല, ഞാൻ ദൈവത്തെ അല്ലാണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ, അപ്പൊ ആ ദൈവങ്ങളെ കൊണ്ട് ഞാൻ സത്യത്തിൽ പറയണം ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ആ സമയത്ത് നീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാനിപ്പോ പറഞ്ഞത്. എനിക്ക് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല, ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ്. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. അനുമോൾ ഈ പറയുന്ന ഏതോ ഒരു പാവപ്പെട്ട ദൈവമുണ്ട്, ആ പാവപ്പെട്ട ദൈവത്തിന് നല്ലത് വരട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടുകൂടി ആ ദൈവത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. കാരണം പച്ചയായ രീതിയിൽ ദൈവത്തെ പിടിച്ച് കള്ളസത്യം ഇട്ടിട്ട് ഇന്ന് എവിടെയൊക്കെയോ ചെറിയ ക്ലിപ്പുകളിൽ അമ്പലങ്ങളിലും അതുപോലെ എവിടെയൊക്കെയോ പോയി പ്രാർത്ഥിക്കുന്ന ഒരു അനുവിനെ കണ്ടു. അകത്ത് ഇട്ട കള്ളസത്യത്തിന് പുറത്തിറങ്ങിയിട്ട് മാപ്പ് പറയുന്ന ഒരു അനുമോളെയാണോ അവിടെ കാണുന്നതെന്ന് പോലും സംശയമുണ്ട്. ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിർത്താമെന്ന് വിചാരിക്കുമ്പോൾ എവിടെയൊക്കെയോ പറയാൻ കുറച്ച് കാര്യങ്ങളും കൂടി ബാക്കിയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. തീർച്ചയായിട്ടും ബിഗ് ബോസ് തന്നെയാണ് വിഷയം. ഇവിടെ ചിലർ പറയുന്നു അനുമോൾക്ക് കപ്പ് കിട്ടിയത് അനുമോൾ അവിടെ ഈ പറയുന്ന ഹൗസിനകത്ത് നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് പുറത്ത് നേരിട്ടിട്ടുള്ള ഒരുപാടേറെ സൈബർ അറ്റാക്കുകൾ, അതിന്റെ ഒരു അനുകമ്പ കൊണ്ടാണ് ഈ പറയുന്ന അനുമോൾക്ക് ഒട്ടുമിക്ക കുടുംബ പ്രേക്ഷകരും അതുപോലെ തന്നെ വീട്ടമ്മമാരും വോട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ലേബൽ ഇവിടുത്തെ സാധാരണ വീട്ടമ്മമാരെ മേൽ ചാർത്തുന്നുണ്ട്. എന്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും നല്ലവരായ വീട്ടമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, അതിനെയും അനുമോളെ അനുകൂലിച്ചുകൊണ്ടാണെങ്കിലും അനുമോൾക്ക് എതിരെയാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിലും തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കുറിച്ചിടാം. അതിനൊന്നും ഒരു തെറ്റും ഇല്ല. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് എനിക്ക് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന എനിക്കുള്ള ഇതേ അവകാശം കമന്റ് ഇടുന്ന നിങ്ങൾക്കുമുണ്ട്. പക്ഷെ അത് സഭ്യമായിരിക്കണമെന്ന് മാത്രം. കാരണം ഞാൻ എന്റെ വീഡിയോക്കുള്ളിൽ എപ്പോഴും ആ സഭ്യത ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പോലും സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ച് ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് ആക്രമിക്കാറില്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുകയും ചെയ്യും. അതാണ് എന്റെ നിലപാട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അനുമോളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 2-3 കാര്യങ്ങളും കൂടി ആഡ് ഓൺ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനു മുന്നേ നമുക്ക് ആദ്യം ഒരു ക്ലിപ്പ് കാണാം. ആ ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അതെന്താന്നറിയുമോ, കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും. ആ എന്താ MG സാറിന്റെ ഇന്റർവ്യൂല് ഞാൻ തള്ളിയതാ ശരിക്കും. മോശമല്ലേ നമുക്ക് കുക്കിംഗ് അറിയില്ലാത്തത്? തള്ളിയതാ. ചേട്ടൻ നന്നായി പൊറോട്ട അടിക്കും. പുള്ളിക്കാരന്റെ കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക്. അന്ന് എത്ര പ്രായം എനിക്ക്, അന്ന് വളരെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ. ബുദ്ധി ഉറക്കാത്തതല്ല, അന്ന് പ്രായം കുറവാ. അപ്പൊ നമുക്ക് മെച്ചൂർഡ് അല്ലല്ലോ ആ സമയത്ത്. ആ ടൈമില് തള്ളിയതാ. ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ ഇത് പറഞ്ഞില്ല. അത് പണ്ടത്തെ സാധനങ്ങളാ. അതുപോലെ നമ്മുടെ ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ അനുമോള് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം മീഡിയക്ക് അനുമോളുടെ വീട്ടിൽ തന്നെ വെച്ചാണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് ആണ്. ആ ബൈറ്റിനുള്ളിൽ പറയുന്നുണ്ട് MG ശ്രീകുമാർ എന്ന് പറയുന്ന വലിയൊരു മഹാനായ ഒരു കലാകാരൻ, അതായത് എന്റെ എല്ലാം ബാല്യത്തിനെ വളരെയേറെ മനോഹരമാക്കിയ ഒരു മനുഷ്യൻ, ഒരുപാട് പാട്ടുകൾ ഹൃദയത്തിൽ ഇന്നും സ്പർശിച്ചു നിൽക്കുന്ന, നമ്മൾ എവിടെയൊക്കെയോ ഇടതടവില്ലാതെ പാടുന്ന MG ശ്രീകുമാർ എന്ന വലിയൊരു കലാകാരനെ ഞാൻ തള്ളി മറിച്ചതാണ്, പറ്റിച്ചതാണ്, കള്ളം പറഞ്ഞതാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന അനുമോള് പറയുന്നത്. അതിനകത്ത് പുറത്ത് മറ്റൊരു അറ്റാക്ക് നേരിടാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിത്തം, എനിക്ക് ഭയങ്കര ചൈൽഡിഷ് ഉള്ള ഒരു സമയത്ത്, ഞാൻ മറ്റേ ചൈൽഡിഷ് ക്യാരക്ടർ ആയിരുന്ന സമയത്ത്, പക്വതയില്ലായിരുന്ന ഒരു സമയത്ത് പറഞ്ഞൊരു കാര്യമായിട്ട് അതിനെ കോർണർ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയൊരു കവചം സൃഷ്ടിക്കുന്നതാണ്. ഇനി അതിന്റെ പേരിൽ ഒരു ആക്രമണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കവചം സൃഷ്ടിക്കുന്നതാണ്. ഇമ്മാതിരി നട്ടാക്കുരുക്കാത്ത കള്ളങ്ങൾ എത്രമാത്രം പറഞ്ഞിട്ടാണ് ഇവിടെയുള്ള മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നില്ല. എനിക്ക് ഈ പറയുന്ന അനുമോളുമായിട്ട് വളരെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പേഴ്സണൽ പ്രശ്നങ്ങളോ ഉള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് അനുമോൾ എന്ന് പറയുന്ന ആള്, ഈ പറയുന്ന സ്റ്റാർ മാജിക്കിലുള്ള അനുമോളെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് ആ ഒരു കഥ അവിടെ നടത്തിയിട്ടുള്ള ആ ഒരു പെർഫോമൻസുകളെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. അത് ഒരു ആരാധനയൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച്, കാരണം എന്നെ സംബന്ധിച്ചോളം അനുമോളെ ഒന്നും ഞാൻ ആരാധിക്കുന്ന ഒരാളല്ല. അനുമോള് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ബിഗ് ബോസിനകത്ത് കണ്ട അനുമോളും സ്റ്റാർ മാജിക്കിൽ ഞാൻ കണ്ട അനുമോളും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന അനുമോളാണ്. അതായത് സ്റ്റാർ മാജിക്കിൽ നിൽക്കുന്ന അനുമോള് ഭൂമിയിലാണെങ്കിൽ ബിഗ് ബോസിൽ എത്തിയ അനുമോള് ചന്ദ്രനിൽ നിന്നുള്ള പ്രവർത്തനമാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്.
ഈ സീസണിലെ ബിഗ് ബോസ് വിജയിയായ അനുമോൾ ഹൗസിനുള്ളിൽ കാണിച്ചിട്ടുള്ള അതായത് ഹൗസിനുള്ളിൽ നടത്തിയിട്ടുള്ള പോയിന്റ് നോട്ട് ചെയ്ത് പറയാനുള്ള ഗെയിം തന്ത്രങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം ഈ ഒരു പോയിന്റ്, അതായത് തൊപ്പിയുമായിട്ടുള്ള അഖിൽ മാരാറിന്റെ സംഭാഷണത്തിൽ ഈ പറയുന്ന തൊപ്പിയോട് അഖിൽ മാരാർ പറയുന്നുണ്ട്, അനീഷ് ഹൗസിനുള്ളിൽ കാണിച്ചിട്ടുള്ള കുറെ ഗെയിം മൂവ്മെന്റുകൾ ഒന്ന് പറയുന്നു. ഈ പറയുന്ന ആ അഖിൽ മാരാർ പിന്തുണച്ചിരിക്കുന്നത് ഈ അനുമോളെയാണ്. തിരിച്ച് ഇതേ ചോദ്യം അഖിൽ മാരാറോട് ഇപ്പൊ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്, അനുമോൾ ഹൗസിനകത്ത് കാണിച്ചിട്ടുള്ള ഒരു ഗെയിം മൂവ്മെന്റ് എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് പുറത്ത് മലയാളികൾ എന്ന് പറയുന്ന അനുമോളുടെ ഗെയിം മൂവ്മെന്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോകളിലുള്ളതുപോലെ കള്ളം പറയുക ഒന്നാമത്തെ അനുമോളുടെ ഗെയിം മൂവ്മെന്റ്. രണ്ടാമത്തെ അനുമോളുടെ ഗെയിം മൂവ്മെന്റ് സദാചാരം വിളമ്പുക. മൂന്നാമത്തെ അനുമോളുടെ ഒരു ഗെയിം പോയിന്റ് എന്ന് പറയുന്നത് കരച്ചിൽ. എന്ത് വിഷയമുണ്ടെങ്കിലും ഈ പറയുന്ന സാധാരണ മനുഷ്യൻ ഇമോഷണലി വളരെയേറെ കണക്റ്റഡ് ആവും. ഒരാൾ വിഷമിക്കാനാകുമ്പോൾ മലയാളികൾ പ്രത്യേകിച്ച് ആ ഇമോഷനെ, മലയാളിയുടെ ഒരു വീക്ക് പോയിന്റിനെ നല്ല രീതിയിൽ മുതലെടുത്തു. അനുമോൾ ചിലപ്പോൾ പേഴ്സണൽ ലൈഫിൽ പെട്ടെന്ന് കരയുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഈ ഒരു ട്രാക്കിലേക്ക് അനുമോൾക്ക് എത്താൻ വളരെ സമയവും എടുത്തില്ല. അത് വളരെ ഈസി ആയിട്ട് അനുമോൾ എത്തിച്ചു. ഇങ്ങനെയുള്ള കുറെ ഗെയിം മൂവ്മെന്റുകളാണോ ബിഗ് ബോസ് വിജയിക്കുവാനുള്ള ബേസ് ക്വാളിറ്റി എന്ന് എനിക്കറിയത്തില്ല. കാരണം ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് 24 ലൈവ് കണ്ട ഒരുപാട് പ്രേക്ഷകർ ഇന്ന് നമ്മുടെ ഇടങ്ങളിലുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ ക്വാളിറ്റികൾ വെച്ചിട്ടാണോ ബിഗ് ബോസിൽ ഒരു ടോപ്പർ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ആ പറയുന്ന കിരീടം, വിന്നർ കപ്പ് കൊടുക്കുന്നത്? ഇവിടെ ഞാൻ കുറച്ചു മുമ്പ് എം ജി ശ്രീകുമാർ സാറിന്റെ ഒരു വിഷയം പറഞ്ഞു. എം ജി ശ്രീകുമാർ സാറിന്റെ വിഷയം നമുക്കറിയാം, ജോൺസൺ മാമുങ്കര് പാവത്തിനെ പറ്റിച്ചു. അതുപോലെ തന്നെ വീട്ടിലെ ഒരു സെർവന്റ് മാങ്ങ എടുത്തിട്ട് പറയുന്ന പോലെ കായലിലേക്ക് എറിഞ്ഞിട്ട് പുള്ളിക്ക് പെനാൽറ്റി അടിക്കേണ്ടി വന്നു. വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ആ ഒരു പാവപ്പെട്ട, അവർക്കും അറിയാതെ ചെയ്തതാണത്, ആ സ്ത്രീ കാരണവും പുള്ളിക്ക് ഒരു പ്രശ്നം പറ്റി. ഇപ്പൊ ഈ പറയുന്ന അനുമോള് വന്നിട്ട് പുള്ളിയുടെ ഒരു പ്രോഗ്രാമിൽ ചെന്നിട്ട് പുള്ളിക്കാരനെ പറ്റിച്ചു. ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്ന ആ മനസ്സ്, അതാണ് മലയാളിയുടെ മനസ്സ്. എം ജി ശ്രീകുമാറിന്റെ അതേ മനസ്സ് തന്നെയാണ് ഇവിടുത്തെ ഓരോ മനുഷ്യനും ഉള്ളത്. അതായത് മുന്നിലിരിക്കുന്ന ഒരാൾ വന്നിട്ട് വളരെ വൈകാരികമായിട്ടായാലും സ്നേഹത്തോടെ ആയാലും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത് മലയാളിയുടെ ഒരു ബേസിക് ക്വാളിറ്റിയാണ്. അത് പറ്റിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ പറ്റിക്കപ്പെട്ടുപോയി എന്ന് തിരിച്ചറിയുന്നത്. ഇമാതിരി എത്ര കള്ളങ്ങൾ. വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടതുപോലെ ദൈവത്തെ പിടിച്ച് കള്ളസത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല, അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അനുമോളുടെ വായിൽ നിന്ന് തന്നെ. ഈ ദൈവത്തിലൊന്നും ഒരുപാടേറെ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അമിതമായിട്ടുള്ള ആരാധനയോ അമിതമായിട്ടുള്ള വിശ്വാസമോ ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷെ ആ ദൈവം തന്നെയാണോ ഇനി അനുമോളെ കൊണ്ട് ഈ ഹൗസിനുള്ളിൽ നിന്നും ഇറങ്ങി കപ്പുമായിട്ട് ഇരുന്ന സമയത്ത് പുറത്ത് ഇതിന്റെ അവതാരികയായിട്ടുള്ള ഒരു ആങ്കർ വന്നിട്ട് ഈ പറയുന്ന അനുമോളോട് PR കൊടുത്തു എന്ന് വെച്ചപ്പോ ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്ന ഒരു അനുമോളെ നമ്മൾ കണ്ടു. ഇനി ഞാൻ കൊടുക്കൂല, എനിക്ക് ഭയങ്കര പിശിക്കാണ്. അതായത് ഞാൻ കൊടുക്കൂലെന്നാണ് പറഞ്ഞത്, കൊടുക്കാനില്ലെന്നല്ല, കൊടുക്കൂല. അതായത് ഈ പറഞ്ഞ PR മോനെയും തീരുമാനമാക്കിയിട്ടുണ്ട് എന്നാണ് എന്റെ അർത്ഥം. PR മോനിന് അത് കിട്ടുക എന്നുള്ളത്, നമ്മള് ലോണൊക്കെ എടുത്തിട്ട് മുടങ്ങി പോകുമ്പോൾ അതിന്റെ പുറകെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ജോലിക്കാരാണ്. അവരൊരു ലോണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേ ബുദ്ധിമുട്ടിന് ചിലപ്പോൾ PR മോൻ അനുഭവിക്കേണ്ടി വരും. കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. കാരണം അതിന് പല കഥകളും പല സ്ക്രിപ്റ്റും അതിനുവേണ്ടി ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷെ അനുമോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ദൈവം, പാവപ്പെട്ട ദൈവത്തെ പിടിച്ചിട്ട കള്ളസത്യം. രണ്ടാമത്, ഈ പറയുന്നത് പോലെ ഭക്ഷണത്തിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കുമെന്ന് ഒരുപാടടുത്ത് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ട് ഹൗസിൽ ചെന്ന് അടുക്കളയെ പോലും ഞാൻ കയറാറില്ല, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നിന്നിട്ട് അവിടെ ഒരു വൈകാരികതയാണ്. അതായത് നമ്മുടെ മലയാളിയുടെ ഒരു വൈകാരികത്തെ, അതായത് മനസ്സിലെ വേദനകളെ ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ടോപ്പിക് ആക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പറയുന്നുണ്ടായിരുന്നു. അതറിയാം അതൊരു ഗെയിം സ്ട്രാറ്റജി ആണ്. അതുപോലെ ഈ പറയുന്ന പോലെ ഒരുപാടേറെ കാര്യങ്ങൾ. ഇനി ഇതിനെ മറ്റൊരു മാനദണ്ഡം കൂടെ പറയുന്നുണ്ട് ബിഗ് ബോസ് വിന്നർ ആവാൻ വേണ്ടി. സൈബർ ബുള്ളിങ് ഒരുപാട് ഏൽക്കുന്ന ആളാണ് ഹൗസിനുള്ളിൽ വിജയിക്കുന്നതെന്ന്. അങ്ങനെ സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ള ആളാണ് ബിഗ് ബോസ് സീസൺ 7 വിജയിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അനുമോൾ ആ കപ്പ് കൊണ്ട് ഒന്നീ ശൈത്യയുടെ വീട്ടിലോ ബിൻസിയുടെ വീട്ടിലോ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പകുതി വരെ ബിന്നിയുടെ വീട്ടിലും കൊടുക്കാം. ഈ 3 പേരാണ് എനിക്ക് തോന്നുന്നു വളരെ ക്രൂരമായ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ ഇവിടെ നേരിട്ടിട്ടുള്ളത്. വേദാലക്ഷ്മി, മസ്താനി, ഇവർ രണ്ടുപേരും എവിറ്റ് ആവുന്നതിന് മുന്നേ, മസ്താനി എവിറ്റായി വന്ന സമയത്തും അതുപോലെ തന്നെ വേദാലക്ഷ്മി ഹൗസിനുള്ളിൽ നിന്നപ്പോൾ ആദില നൂറയ്ക്കെതിരെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെയും പുറത്ത് ഇവിടെ ഒരുപാട് അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അവർ തിരിച്ച് ഹൗസിലെത്തി അനുമോളെ ഒന്ന് പിന്തുണയ്ക്കേണ്ട സാഹചര്യം മാത്രമേ ഉണ്ടായുള്ളൂ.
ആ പ്ലേറ്റ്, അതായത് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്ലേറ്റ് നേരെ തിരിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഇവിടെ കണ്ടു. ഇതെന്തിന്റെ തെളിവാണ്? വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള PR-കളുടെ അതിപ്രസരം തന്നെയാണ്. കാരണം വളരെയേറെ നെഗറ്റിവിറ്റി, വളരെയേറെ പ്രശ്നങ്ങൾ നിന്നിരുന്ന രണ്ടാളുകൾ ഹൗസിനുള്ളിൽ കയറി ഒന്നിറങ്ങിയപ്പോൾ, അതായത് എവിക്റ്റ് ആയതിനു ശേഷം ജസ്റ്റ് ഈ വാതിൽ വഴി അപ്പുറത്തെ വാതിലൂടെ കയറി അവിടെ ഒരു പിന്തുണ അർപ്പിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോഴേക്കും അവർക്കിന്ന് വളരെയേറെ പിന്തുണയുണ്ട്. ഒരു തരത്തിലും സൈബർ അറ്റാക്കുകൾ അവർ നേരിടുന്നില്ല. വളരെയേറെ ഓക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അവർ തന്നെ അത് അക്സെപ്റ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ 7 ഇങ്ങനെ കുഴഞ്ഞു കിടപ്പുണ്ട്. അത് ഇതൊരു തരം ചക്കക്കൂട്ടാൻ പരുവമാണ്. ഇതിനകത്തിൽ നിന്നും ശരിയും തെറ്റും പിക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മലയാളിയുടെ മനസ്സിനെ, മലയാളിയുടെ സ്നേഹത്തെയാണ് ഇവിടെ കപ്പാക്കി മാറ്റിയിട്ടുള്ളത്. തിരിച്ചറിയുക, വരാൻ പോകുന്ന സീസണിലെങ്കിലും ക്വാളിറ്റിയുള്ള ഒരു മത്സരാർത്ഥിയെ തെരഞ്ഞെടുക്കുവാൻ ഞാൻ ഉൾപ്പെടുന്ന ഒരു മലയാളിക്ക് കഴിയട്ടെ. ഞാനും അതിലൊരു ഭാഗമാവുന്നു. ഞാൻ ഉൾപ്പെടുന്ന ഒരു മലയാളിക്ക് ഇനിയെങ്കിലും വളരെ ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ പുറത്തേക്ക് വിടുന്ന നല്ലൊരു മത്സരാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയട്ടെ. സീസൺ 8 അവർ കൊണ്ടുവരട്ടെ. കാരണം ഇത് ഒരുപാട് പേരുടെ ലൈഫാണ്. ഒരുപാട് പേർ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പുറത്ത് ഒരുപാട് റിവ്യൂ ചെയ്യുന്ന ആൾ, ഇപ്പൊ എന്നെ പോലുള്ള റിവ്യൂ, ഞാനും ഇപ്പൊ ഇതിൽ നിന്ന് എന്തുകൊണ്ടായാലും എനിക്ക് ചെറിയ ഞാൻ വലിയ വിശകലനം ചെയ്യുന്ന വലിയ കണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമല്ല. ഞാനൊരു ചെറിയൊരു സാധാരണക്കാരൻ. എന്റേതായ സ്പേസിൽ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് വീഡിയോകൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല മേഖലകളിൽ ഇതിന്റെ പിന്നണിയിൽ നിൽക്കുന്നതും മുന്നണിയിൽ നിൽക്കുന്നതുമായിട്ട് ഒരുപാട് പേരുടെ ഒരു ഉപജീവന മാർഗമാണ്. ഒരുപാട് പേർക്ക് ഫെയിം ആവുന്നു. ഒരുപാട് പേര് അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവുന്നു. കരിയർ ബ്രേക്കായി കിടന്നവർ പോലും ഇതിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ പുതിയൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് ഇതൊരു ഉപജീവന മാർഗമാണ്. ബിഗ് ബോസ് തുടരട്ടെ, ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ വരട്ടെ, ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റന്റുകൾ വരട്ടെ, നല്ല ക്വാളിറ്റിയുള്ള ഒരു കണ്ടസ്റ്റന്റ് വിജയിയാവട്ടെ. സീസൺ 8 നിങ്ങൾ ഇത്തരത്തിലുള്ള PR-കളുടെ വലയിൽ ചെന്ന് വീഴാതിരിക്കുക. PR എന്ന് പറയുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമല്ല. പക്ഷെ PR കള്ള വോട്ട് വാങ്ങി കൊടുക്കുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കം തന്നെയാണ്. PR ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതെന്തിനാണ് ഈ കള്ള വോട്ട് ചെയ്യിപ്പിക്കുന്നത്? അത് തെറ്റാണ്. അപ്പോൾ ഇനി മറ്റു വിശേഷങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.